മൈ സ്റ്റൈൽ. നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ സ്റ്റൈലുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങളുണ്ട്, നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന വേഷങ്ങളുണ്ട്, മറ്റുള്ളവർ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹെയർ ആവാം, മേക്കപ്പ് ആവാം, നമ്മൾക്കൊക്കെ ഇൻഡിവിജ്വൽ ആയ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റൈൽ മന്ത്ര. അപ്പോൾ നമ്മളുടെ ഈ 9 കണ്ടസ്റ്റൻസിൻ്റെയും സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് മൈ സ്റ്റൈൽ എന്ന ഈ റൗണ്ട് നമ്മൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. അവർക്ക് ഡിസൈൻ ചെയ്ത്, അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം ഇവിടെ ധരിച്ചു വരാം, അലോങ് വിത്ത് എ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ഹെയർ, മേക്കപ്പ്, walk, everything. So in the My Style round, the contestant Mattaramala, the extremely strong Amrita Mohan. Amrita Mohan. Yes, ചേച്ചി. Is this your style? Definitely. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് മൈ സ്റ്റൈൽ റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ട് ഉള്ളപ്പോൾ തന്നെ എന്നെ ഈവൻ അറിയാവുന്നവർ പോലും വിചാരിച്ചത് ഞാൻ എടുക്കുന്നത് എനിവേസ് സംതിങ് ഔട്ട് ഓഫ് ഫ്രീക്ക്, അല്ലെങ്കിൽ ജീൻസും ടോപ്പിലും ആയിരിക്കും എന്തെങ്കിലും ഒരു പരീക്ഷണം, അല്ലെങ്കിൽ എനിത്തിങ് ലൈക്ക് ദാറ്റ്. Variation. യെസ്. ബട്ട് മനസ്സുകൊണ്ട് ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഐ യൂഷ്വലി വെയർ സച്ച് കൈൻഡ് ഓഫ് സ്റ്റഫ്. Comfort. യെസ്, ദ ഓൺലി റീസൺ ഇസ് കംഫർട്ട്. അല്ലാതെ എൻ്റെ ഏതൊരു ട്രഡീഷണൽ ഫങ്ഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോയാൽ ഞാൻ വളരെ ട്രഡീഷണൽ എന്ന് വെച്ചാൽ സെറ്റ് സാരി കൊടുത്തിട്ട് പോകുന്നല്ല പറഞ്ഞത്. ബട്ട് സ്റ്റിൽ യെസ്, ഐ വെയർ സച്ച് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. പിന്നെ യെസ്, ഇതൊരു About your fusion set sari. ഇതൊരു ആഗ്രഹമായിരുന്നു ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു ഫാഷൻ റൗണ്ട് വരുമ്പോൾ എല്ലാവരും മിക്കവാറും പോകുന്ന വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിലോട്ടായിരിക്കും. ആൻഡ് ഇറ്റ്സ് ടു ഗുഡ് ഓൾസോ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഇൻസ്പയർഡ് ആയത് ഐ ലവ് അനാർക്കലി മോഡൽസ് ആൻഡ് ദാറ്റ് വാസ് ബ്രോട്ട് ബൈ മുഘൽസ്. അപ്പോൾ ഒരു മുഘൽ കോൺസെപ്റ്റ് ഇതിന് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് അപ്പോൾ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആവാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 ലെയർ കട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഗീവ്സ് എ വെസ്റ്റേൺ ലുക്ക്. വെസ്റ്റേൺ ജാക്കറ്റ്സിൻ്റെയും ബ്ലേസിയേഴ്സിൻ്റെയൊക്കെ ലേഡീസ് ഔട്ട്ഫിറ്റ്സിന് 4 ലെയേഴ്സ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഐ വാണ്ടഡ് ടു ബ്ലെൻഡ് ഇറ്റ് വിത്ത് എ പെർഫെക്റ്റ് ഹാൻഡ്ലൂം മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഇത് ഈ സെറ്റിൻ്റെ ഇത് സ്കേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഡിസൈനർ ഇറ്റ്സെൽഫ്. കാരണം ഞാൻ ഇത് ചെയ്യാൻ നേരത്തെ ഇത് എത്രത്തോളം ഭംഗിയായി വരും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എൻ്റെ ബോഡിക്ക് സ്യൂട്ട് ആവും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഐ സീക്ക് ദ ഹെൽപ്പ് ഓഫ് രഞ്ജിത്ത് ചേട്ടൻ. ഹീ ഈസ് എ ഡിസൈനർ ആൻഡ് ഹീ ഡ്രൂ ദിസ് ഫോർ മീ. Okay. Yes. Now വേറെ ആരെന്ത് പറയുന്നതിന് മുമ്പ് ഇന്ന് പോകുന്നതിന് മുമ്പ് ആ കമ്മൽ എനിക്ക് ഊരി തന്നിട്ട് പോണ്ടി വരും. I'm sorry because I'm into these things and അതിന്റെ ബുദ്ധിമുട്ട് ഇടുമ്പോഴല്ലേ അറിയൂ. Not so heavy. This is not heavy, but usually എനിക്ക് the ones I have are very very heavy, so it's effort to wear it. If it's not heavy, I'm taking it now. ഇച്ചിരി ഭാരമുണ്ട് കേട്ടോ. ഇതിനെക്കാട്ടും heavy ഞാൻ ചിലപ്പോൾ എടുത്തോണ്ട് പോയാലോ. ഇച്ചിരി ഭാരമുണ്ട്, ഇതിന്റെ അപ്പുറം ഭാരം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് എഫേർട്ട്, വെരി ഡിഫറെന്റ്, അൺഎക്സ്പെക്റ്റഡ് ഗൂഗ്ലി ഫ്രം അമൃത. നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കാം. അനു. നന്നായിരിക്കുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ആകെ ആ പെയിൻറ്റിങ്, ആ രവിവർമ്മ അതിൻ്റെ ആ പെയിൻറ്റിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ അവിടെ നിന്നപ്പം വിചാരിച്ചു, അയ്യോ അതിങ്ങനെ നിൽക്കുമ്പോൾ ആ സെൻറ്ററിലേ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്തായാലും വന്ന് കറക്റ്റ് ചെയ്ത് തന്നു. എങ്കിലത് കുറച്ച് ചുളിവൊക്കെ ഉള്ളതുകൊണ്ട് അത് ക്ലിയർ അല്ല. പക്ഷെ അതിനും കൂടി വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ രഞ്ജിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്മൽ ഞാൻ എടുക്കും എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞോളൂ ഭയങ്കര ഭാരമാണെന്ന്. അപ്പം പിന്നെ എടുക്കില്ല. എന്തായാലും നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യുക. മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ? യെസ്, കോളേജിൽ ഈ പറഞ്ഞ പോലെ യൂണിയൻ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ
ചെയർപേഴ്സൺ അല്ലേ, അപ്പൊ അടിച്ചു വിളിക്കാൻ വേണ്ടി. ചേപ്പസ് തന്നെ ഇറങ്ങും. എന്തായാലും ഇനിയും ഓരോന്നിങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നല്ലൊരു ഡിസൈനറും കൂടി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വർദ്ധിച്ചേട്ടാ? അമൃത യെസ് സർ. അസലായിട്ടുണ്ട് അമൃത. Thank you, നല്ല എന്തായാലും രഞ്ജിനി ആദ്യം ഒന്ന് ഞെട്ടിക്കാണും. അമൃതയുടെ സ്റ്റൈൽ ഇതാണെന്ന് വിചാരിച്ചില്ല. പക്ഷേ എനിക്കറിയാം ഇത് ഈ റൗണ്ട് പറഞ്ഞ ഉടനെ തന്നെ ഈ ഡിസൈൻ അമ്മു എന്നോട് അല്ല അമൃത അമ്മൂന്നാണ് Yes, അമ്മു എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. Yes, sir. അന്നേരം അമൃത എന്നോട് ഈ ഫസ്റ്റ് തന്നെ എനിക്ക് ഐ റിമെമ്പർ ഈ ഒരു ഡിസൈൻ എന്നോട് പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഒരാൾ അമൃത തന്നെയാണ്. ഇത് തന്നെയാണ് അമൃത പറഞ്ഞ ഡിസൈനും. ഈ ടോപ്പ് മാത്രം അന്ന് നമ്മൾ സംസാരിച്ചതിൽ ഉണ്ടായിരുന്നില്ല ഇല്ല. അല്ലേ, അത് പിന്നീട് വന്ന് ചേർന്നായിരിക്കും. ടോപ്പേ ഇല്ലായിരുന്നോ? അങ്ങനല്ല, ഡൗട്ടിലായിരുന്നു. എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ ഇത് രണ്ടുമൊക്കെ പറഞ്ഞിരുന്നു യെസ് അല്ലേ? അതെ, അത് ഞാൻ ആക്ച്വലി അത് ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഒരു ഹാഫ് സാരി സ്റ്റഫാണ്. ബട്ട് ഒരു ഡിസൈനർ വെയർ ആകുമ്പോൾ ഒരു അല്പം കൂടി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അതെ അതെ, അല്ല ഇത് എന്തായാലും എനിക്ക് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കേരള പാർട്ടി വെയർ എന്നാണ്. അങ്ങനെ ഒരു 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 ആംഗിൾ ആവാലോ, നമുക്കും ആവാലോ ഇതൊക്കെ. എന്തേ? അതെ. ആ ഇത് ഞാൻ പറയും വെയിറ്റ് ലിഫ്റ്റ് അല്ല, ചേച്ചി ഇൻട്രോ കൊടുത്തു. സ്ട്രോങ് ഭയങ്കര വെയിറ്റ് ആണല്ലേ ഇതിന്? സ്ട്രോങ് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിനെനിക്കറിയില്ല, പക്ഷെ പൊതുവേ. അതെ 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 അതെ. മ്യൂസിക് സെലക്ഷൻ വാസ് റിയലി ഗുഡ്. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്, അതിനേക്കാൾ നല്ലൊരു മ്യൂസിക് അതിൽ സെലക്ട് ചെയ്യാനില്ല. പക്ഷെ അത് എന്നാൽ അതിൻ്റെ ഒരു ഫ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ റാമ്പിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സിതാര ചേച്ചി നന്നായിരുന്നു. താങ്ക് യു മാം. ഓഫ് കോഴ്സ് ഈ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടുള്ളൊരു മ്യൂസിക് ആയിരുന്നു. ആൻഡ് വാക്കിംഗ് വാസ് നൈസ്, റാം വാക്കിംഗ് വാസ് നൈസ്. പെട്ടെന്ന് തീർന്നു പോയി എന്ന് തോന്നി, കുറച്ചും കൂടെ ലെങ്ത്തിലാവായിരുന്നു എന്ന് തോന്നി. പിന്നെ അമൃത അങ്ങ് ഓപ്പൺ സ്മൈലായിരുന്നു. അത് കുറച്ച് പല്ലത്രയും കാണിക്കാണ്ടുള്ള ഒരു സ്മൈലിൽ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ മെറൂൺ ഇതിൽ ആ ടോപ്പിലുള്ള ഡിസൈൻ യു ഹാവ് ഡിസൈൻഡ് ഓർ അങ്ങനത്തെ ഡിസൈൻ ഉള്ള മെറ്റീരിയൽ മേടിച്ചാണ്? ഇത് എക്സ്ട്രാ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. പ്രിന്റ് ചെയ്താണ് അല്ലേ? ഇറ്റ്സ് നൈസ്. പുറകിലൊരു താമര പോലെ എന്തുകൊണ്ട് അല്ലേ അവിടെ? ആ താമര ഇസ് നൈസ്. പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ ഇങ്ങനെ രണ്ട് ഇതുപോലെ വന്നിട്ടില്ലേ, അതെ, അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. അതില്ലായിരുന്നെങ്കിലും ഇറ്റ് വുഡ് ഹാവ് ലുക്ക്ഡ് മോർ എലഗന്റ്. ആൻഡ് ഇതിനൊരു നളദമയന്തിക്ക് അത് കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി വന്നേനെ. ബിക്കോസ് ഇവിടെ ഫ്രിൽസ് ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അതെ, ആ മോളിൽ ഫ്രിൽസ് ഉണ്ട് വിച്ച് ഇസ് ഗെറ്റിംഗ് കവേർഡ് വിത്ത് കണ്ടോ? അല്ലെങ്കിൽ അവിടെ മാത്രം എന്തെങ്കിലും ഒരു ഇങ്ങനെ അത് കിടക്കണ്ടായിരുന്നു, യുനോ. അപ്പം അതിനൊരു ഇത് കിട്ടിയേനെ. പിന്നെ ഈ ഷോളിൻ്റെ ഈ എൻഡിലുള്ള കുഞ്ചിലം പോലെ ഉള്ളത് അതർ എൻഡ് ഓൾസോ കൊടുക്കായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടില്ല അത്. അതെ, അത് കൊടുക്കായിരുന്നു. ആ പൂ വേണമെന്നില്ല കേട്ടോ, പൂ വേണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. ബിക്കോസ് ഈ നെക്കും ഒക്കെ വന്നിട്ട് ആ മുകളിലത്തെ ഇതിനൊരു മോഡേൺ ഇത് കൊടുത്തപ്പം നോ നീഡ് ദാറ്റ്. പൂ അവോയ്ഡ് ചെയ്യായിരുന്നു. അതില്ലെങ്കിലും നന്നായിരുന്നേനെ. പിന്നെ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിന് ഈവൻ ദാറ്റ് സ്റ്റഡ് വുഡ് ഹാവ് ലുക്ക്ഡ് ബെറ്റർ ദാൻ ഹാങ്ങിങ്. ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ തോന്നി. ഡിഡ്ന്റ് ഗോ വെൽ വിത്ത് ദിസ്. ആ റൗണ്ട് മാത്രമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ലുക്ക്ഡ് എലഗന്റ്. എന്ന് വെച്ചാൽ ഈ വർക്കില്ലേ ഫ്രണ്ടിലത്തെ, അതുമായിട്ട് നന്നായിട്ട് ഇത് ചെയ്ത് പോയേനെ. ഇതിപ്പോ രഞ്ജിനിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം രഞ്ജിനി ഇട്ട് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. പക്ഷെ ഈ ഡ്രസ്സിന്റെ കൂടെ സ്റ്റഡ് മതിയായിരുന്നു, ഈ ജിംക വേണ്ടായിരുന്നു. അതാണ് എനിക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ഇസ് ദാറ്റ് ഇത് പിന്നെ ഈ ഒരു എക്സ്ട്രാ ഇത് വേണ്ടായിരുന്നു. ഗുഡ്, താങ്ക് യു. Avita, so നല്ല കുറേ സജഷൻസ് കിട്ടി. ഐ എം വിത്ത് സിതാര ചേച്ചി. കമ്മൽ ടു ഹെവി ഫോർ യുവർ ടോപ്പ് ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോസ് നെക്ഡ് ആണ്, കവേർഡ് ആണ്, പ്ലസ് ആ ടോപ്പിലെ വർക്ക് ഇവിടെ കുറച്ച് ക്രൗഡഡ് കൂടുതലായി. ഓൾദോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ദി ഐഡിയാസ് ആർ ലവ്ലി, ഗ്രേറ്റ് ഐഡിയാസ്, കുറച്ച് ക്രൗഡഡ് ആയി പോയി. ബിക്കോസ് ഒന്നിനും ഫോക്കസ് പോകുന്നില്ല അല്ലേ? ദമയന്തി ആണോ അതോ ആ ഒരു പാറ്റേൺ ആണോ അകത്തെ ആ ട്വിസ്റ്റ്സ് ആണോ, അതിലൊന്നിലും ഫോക്കസ് പോണില്ല. സോ അതിൽ യു കുഡ് മേ ബി ഐദർ ടേക്കൺ ദാറ്റ് ദമയന്തി ആൻഡ് പുട്ട് ഇറ്റ് സംവെയർ എൽസ്, മേ ബി കംപ്ലീറ്റ്ലി ഓൺ ദ ബാക്ക് ഓർ സംതിങ്. ഹെയർ, ഇവിടെയുള്ള എല്ലാവർക്കും പ്രശ്നം ഹെയർ ആണ്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ഹെയർ സ്റ്റൈൽ ബിക്കോസ് എല്ലാവരും ഒരു വളരെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് രീതിയിൽ തന്നെ ലിമിറ്റ് ആവുന്നു. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്.
ഇതിപ്പം ഭയങ്കര ട്രൈ ആ പൂ വന്നപ്പം ആ ഒരു പൂ വി കുഡ് ഹവ് നെഗേറ്റഡ് ഇറ്റ്. അത് കട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇതില്ലേ ഈ പഴയ കൊണ്ട ഓർമ്മയുണ്ടോ? അതൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു ഇത് വന്ന് ഇപ്പൊ ഈ കമ്മൽ കട്ട് ചെയ്തിട്ട് ഒരു ഉഗ്രൻ വലിയ ഉണ്ട ഈ സൈഡിൽ പഴയ സ്റ്റൈലിലായിരുന്നെങ്കിൽ it would have been something funky and you could have maybe added something very fusion, maybe just a swan into something or just on one something like, or even nammal mullappu alla kayil ketna white sanam, anything stuff like that would have added oru drama element to it. But this is bhayangara kaluthu from I think whatever you've done up here is after what you've done down there. Comes second. Yes. So but even then from Amrita we are surprised and amazed and ഈ കമ്മൽ എവിടെ നിന്ന് വാങ്ങിച്ചു എന്നെങ്കിലും പറഞ്ഞു തരൂ. It was bought from Hyderabad. അയ്യോ അവിടെ പോകേണ്ടി വരുമല്ലോ ദൈവമേ. ഭയങ്കര വിലയായിരിക്കും. എനിക്ക് അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല, വിട്ടേക്ക്.